ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മോഡേൺ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം 2 ദിവസത്തോടെ വീഡിയോ ലേറ്റായിട്ടാണ് പോകുന്നത് അല്ലേ. എന്താ കാര്യം വെച്ചാൽ 1-2 തിരക്കുകളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നാടല്ലേ, മറ്റേ ഗൾഫിലായിരുന്നപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു, വേറെ എങ്ങോട്ടും പോകണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ചെറുതായിട്ട് കഴിവതും ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. എനിക്കറിയാൻ കാത്തിരിക്കുന്നവർ ധാരാളം ഉണ്ട്. എങ്കിലും ചില സാഹചര്യങ്ങളിൽ എൻ്റെ ബുദ്ധിമുട്ടുകളൂടെ നിങ്ങളുടെ അസൗകര്യം കൂടെ നിങ്ങൾ കണക്കിലെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പിന്നെ 21-ാം തീയതിയാണ്, ജൂലൈ 21-ാം തീയതിയാണ് ഈ വർഷം. ജൂലൈ ആകുമ്പോൾ നമ്മൾ മിഡ് ക്യാപ് ഡോക്ടർ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായി. 2 വർഷം. അപ്പം ഇന്ന് ഈ നിമിഷം വരെ, ഇന്നേ നാഴിക വരെ ഒരു ദിവസം പോലും പ്രീ മാർക്കറ്റ് മുടക്കാൻ സർവശക്തനായ ഈശ്വരൻ അനുവദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ പല പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഞാൻ സർജറി ചെയ്ത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ആ ഹോസ്പിറ്റലിൽ ബെഡിലിരുന്നും ഒരു ദിവസം പോലും ഞാൻ മുടക്കാതെ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മയുടെ മരണം സംഭവിച്ച ദിവസങ്ങളിലും അടുത്ത ദിവസങ്ങളിലൊക്കെ ബിസി ആയിരുന്നെങ്കിലും ഞാൻ അന്ന് പോലും എനിക്ക് എന്നെ ആരും ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ അന്നും മുടക്കി. അങ്ങനെ പല സാഹചര്യങ്ങളും, അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും എൻ്റെ ട്രാവൽ സമയത്തും എയർപോർട്ടിലിരുന്നും ഒക്കെ ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എന്നില്ലേ, എത്ര താമസിച്ചാലും സാർ വീഡിയോ ചെയ്യും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. ആ വിശ്വാസം ഞാൻ കാത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കും. ആ വിശ്വാസം മാത്രമല്ല, എന്നിൽ നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസങ്ങളും എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ അത് ഫുൾഫില്ല് ചെയ്യാൻ ശ്രമിക്കും. ഇതുവരെ ശ്രമിച്ചു. നാളത്തെ കാര്യം എനിക്കറിയത്തില്ല, മനുഷ്യനാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ എന്നോട് സഹകരിച്ച് എല്ലാവർക്കും നല്ലത്. എനിക്ക് ഒറ്റ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ 2 കൊല്ലമായിട്ടും ഇതുവരെയായിട്ടും ഒരു 10,000 സബ്സ്ക്രൈബർ തികയ്ക്കാൻ നമുക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. ഏകദേശം ഇപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഏകദേശം 9,300 സബ്സ്ക്രൈബറാണ് ആകെ നമുക്ക് ഈ 2 വർഷം കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം 2 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു 10,000 സബ്സ്ക്രൈബറെങ്കിലും ആകും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ അത് നടന്നില്ല. എനിവേ, ഈ ഫീൽഡിൽ ധാരാളം വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ എന്തായാലും എന്നെ കേൾക്കുന്ന നിങ്ങൾ കഴിവതും ഇത് ഒന്ന് നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാനോ ഒക്കെ ഷെയർ ചെയ്ത് സഹകരിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നും നമുക്ക് അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേദനയോടുകൂടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച മുതൽ ഇത് ഹോൾഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ 24,100 പൈസ ഇല്ലാതെ എടുത്തതാണ്. വലിയൊരു ഫോൾ വരും എന്ന പ്രതീക്ഷയിലെടുത്തതായിരിക്കാം. എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. 24,000 24,100 ഒക്കെ ഹോൾഡ് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം 24,200 ഹോൾഡ് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊക്കെ 24,200 അവസാന നിമിഷം ആയപ്പോഴത്തേക്കും ചെറിയൊരു ഇത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേങ്കിൽ അവർ എത്രയാണ് എടുത്ത സ്ട്രൈക്ക് അവസാനം പിന്നെ നഷ്ടത്തിൽ കലാശിക്കേണ്ടി വന്ന് കാണുമായിരിക്കാം. കാരണം മാർക്കറ്റ് ആ രീതിയിലാണ് ബിഹേവ് ചെയ്തത്. നമ്മളൊരു വലിയ ഫോള് പ്രതീക്ഷിച്ചെങ്കിലും ആ ഫോള് വരും. പക്ഷേ ആ ഫോള് എന്ന് വരും, എപ്പോൾ വരും, എത്ര സമയം എടുത്ത് വരും എന്നുള്ളതിനകത്താണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഓൾറെഡി പിന്നെ വലിയ ബിഗ് ടീംസിന് അറിയാം, റീറ്റെയിലേഴ്സ് അവർക്കും അറിയാം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ആ ദൈർഘ്യം അതാണ് പ്രത്യേകിച്ച് നമ്മളെ വരച്ചത്. അതുകൊണ്ടാണ് കഴിവതും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു, പ്രൊഫഷണൽസ് എപ്പോഴും ഒരിക്കലും വീക്കിലി ട്രേഡ് ചെയ്യാറില്ല. അവരെപ്പോഴും മന്ത്ലി ആയിരിക്കും ട്രേഡ് ചെയ്യുക. പക്ഷേ നമ്മുടെ പരാധീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി എടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുള്ള 5,000, 10,000, 15,000 വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ മന്ത്ലി എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ആഴ്ചയെങ്കിലും അകലെയുള്ള സ്ട്രൈക്കുകൾ അകലെയുള്ള എക്സ്പയറിക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം, ഒരു സ്ട്രൈക്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം അതിൻ്റെ എക്സ്പയറി മിനിമം 2 ആഴ്ചയെങ്കിലും ഉണ്ടായിരിക്കണം.
പൈസ ഇല്ലാത്തവരാണ്. കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും മന്ത്ലി എക്സ്പയറിയിൽ 4 എക്സ്പയറി എങ്കിലും അകലെയുള്ള ട്രേഡ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് DK ഒത്തിരി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ ആരാണ്? നമ്മുടെ റീറ്റെയിലേഴ്സിന് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞാൽ DK ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ DK ഒഴിവാക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി മാറി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ എപ്പോഴും അത് പറയാൻ ഫോഴ്സ്ഫുള്ളി പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിവതും പറ്റുന്നെങ്കിൽ കഴിവതും നിങ്ങൾ എക്സ്പയറി മാറി 2 എക്സ്പയറി 3 എക്സ്പയറി 4 എക്സ്പയറി മാറി ഉള്ള സ്ട്രൈക്കുകൾ അപ്പം പൈസയാകും, ശരിയാണ്. ബട്ട് നിങ്ങളുടെ ഒരു സേഫ്റ്റി സൈഡിന് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഊരി പോകാൻ പറ്റും. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇന്നലെയും ഇന്നും മാർക്കറ്റ് നമ്മൾ വരച്ച വരയിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നു അല്ലേ. 24,138 എന്ന് പറയുന്ന സപ്പോർട്ട് പിന്നെ നമ്മുടെ ബോക്സ് ഒക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്താണ് മാർക്കറ്റ് പോയത്. ഇന്നലെയും മാർക്കറ്റ് രാവിലെ ഒരു അപ്സൈഡ് പോയെങ്കിലും വീണ്ടും വന്ന് സപ്പോർട്ട് എടുത്ത് നമ്മുടെ ബോട്ടം സപ്പോർട്ട് കോഡിൻ്റെ ബോട്ടം സപ്പോർട്ട് എടുത്തു, വീണ്ടും തിരിച്ചു കയറിപ്പോയി, വീണ്ടും 24,138 സപ്പോർട്ട് എടുത്തു. അതേ സെയിം സിനാരിയാണ് ഇന്ന് സംഭവിച്ചത്. മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ എൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ ഉണ്ടായി ഇല്ലേ, അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി. ആ റെഡ് ക്യാൻഡിൽ ഈ പറയുന്ന പ്രീവിയസ് ഗ്രീൻ ക്യാൻഡിൽ 50% കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിന് വാലിഡിറ്റി കാണത്തില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്ത് ട്രേഡ് ചെയ്ത് മനസ്സിലാക്കി ട്രേഡ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്ചർ ഇവിടുന്ന് ഇവിടം വരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അപ്പം നിങ്ങൾ മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു മഹാൻ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ചോദിക്കുന്ന കേട്ടു, നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞ വോയിസ് ഇട്ടതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ പ്രസക്തി അറിയാവുന്നവർക്ക് അറിയാം. ഇപ്പം അദ്ദേഹത്തെ ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പം പറയേണ്ട രീതി ഇന്നലെ ഞാൻ ആ 2 ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ എത്രയോ ആൾക്കാർക്ക് ഗുണമായി. അപ്പോൾ അതൊന്നും അറിയാൻ വയ്യ. അത് വിമർശിക്കാൻ വേണ്ടി മാത്രം കുറേ ആൾക്കാരുണ്ട്. പോട്ടെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇന്നലെ നമ്മൾ ആ ഓപ്പൺ ഇൻട്രസ്റ്റിന് അനാലിസിസ് നടത്തി. അതുപോലെ തന്നെ മാർക്കറ്റ് ഇതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങി വന്നു. ഇന്നും നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഏത് നിമിഷം ഒരു അടി പൊട്ടാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സിവിയറായിട്ട് മാറാനോ ഉള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ക്രൂഡിൻ്റെ വില കുറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം? മാർക്കറ്റ് ഒരു ഡൗൺഫോൾ നമുക്ക് കിട്ടണം. അപ്പോൾ അത് എപ്പോൾ വരും എന്നുള്ളതിൽ എത്ര സമയം എടുത്താണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഒരു ക്യാപ്ചർ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്നുള്ളത്, നിങ്ങൾക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നും ഒക്കെ 24,148 നമ്മൾ വരച്ച വര കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്താണ് മാർക്കറ്റ് തിരിച്ചു പോയേക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റൊക്കെ മുകളിലോട്ടാണ് പോകുന്നത്. 300 പോയിൻ്റൊക്കെ മേലോട്ട് കയറി പോയിട്ടുണ്ട്. ഇതിന് അവസാനിക്കുന്ന എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. എന്നാലും US ഓയിലിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഏകദേശം $85 വരെ പോയി. ഇപ്പോൾ ഓടുന്നത് 84-32 ഓടുന്നത്, ഈ സമയത്ത് ഓടുന്നത്. അപ്പം ക്രൂഡ് വലിയ രീതിയിൽ താഴെ പോയിട്ടില്ല. അപ്പോൾ അതൊരു അൺസർട്ടനിറ്റി തന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പം വന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റിൻ്റെ ഒരു കപ്പലിനെ ഹോർമൂസിൽ വെച്ച് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല വസലുകളെയും ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഭീതി ജനിച്ചിട്ടുണ്ട് ഇവിടെ ഹോർമൂസിൽ. അപ്പം അങ്ങനെയാകുമ്പം ക്രൂഡിൻ്റെ നീക്കത്തെ തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ക്രൂഡിൻ്റെ വില മുകളിലോട്ട് കയറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പല ബ്രോക്കർമാരും ബ്രണ്ട് ക്രൂഡിൻ്റെ വില $120 വരെ പോകും എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷന് ഇതിൻ്റെ ഇടയിൽ ഒരു ബ്രോക്കറുടെ പേരാണ്, എനിക്കത് മോർഗൻ സ്റ്റാൻലി ആണോ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു വലിയ ബ്രോക്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗദി വഴി ഉള്ള ഓയിലിൻ്റെ കയറ്റുമതിയും തടയും ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതുവഴി? ബാബൽ മന്ദിർ വഴിയുള്ള ചരക്ക് ഗതാഗതം
ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം, സൗദി വഴിയുള്ളത്, അതിനെ ശരിക്കും അവർ തടയും എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇനി എങ്ങനെയാണ് ഇവർ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നുള്ളത് വലിയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ന്യൂസ് വരും, ആരോ ഒരാൾ പെട്ടി താങ്ങി പിടിച്ച് നേരെ പാകിസ്ഥാനിലോട്ട് പോയിട്ടുണ്ടെന്ന് ന്യൂസ് വരും. ഉടനെ എല്ലാം കൂടെ പൊട്ടി എല്ലാം കൂടെ വലിച്ചു കുത്തി മേലോട്ട് പോകും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ IRGC പറയും, ഞങ്ങളങ്ങനെ ആരെയും വിട്ടിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ ഈ ഒരു ഓപ്പറേറ്റർ പ്ലേ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ഇതിനകത്ത് കളിക്കുന്നതാണെന്നുള്ളത് അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കിക്കണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. മാന്യമായ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. നമുക്ക് എപ്പോഴും ഉള്ളൊരു കുഴപ്പം എന്താണെന്നറിയോ, നമ്മളെപ്പോഴും കുഴപ്പം നമ്മൾ അന്ധമായിട്ട് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അന്ധമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഇവിടുത്തെ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടി മാർക്കറ്റ് പതുക്കെ പൊട്ടി. ഇന്നിപ്പം എക്സ്പയറി ആയതുകൊണ്ട് ഇത് എത്ര മാത്രം വീഴുന്നു കയറുന്നു വാലുകളുടെയൊക്കെ നീളം നോക്കി. അപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ഇവിടെ നമ്മൾ പൊസിഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്തപ്പം നമ്മൾ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അന്ധമായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് അല്ലേ. ഇവിടെ അങ്ങോട്ട് പൊട്ടുന്ന ഉടനെ നമുക്ക് പ്രതീക്ഷയാണ് എന്താണ്, ഇവിടെ നോക്കിക്കഴിയും ഇവിടുന്ന് മാർക്കറ്റ് നേരെ ഫോഴ്സ്ഫുള്ളി താഴോട്ട് വന്നതിന് ശേഷം അവിടെ തിരിച്ച് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുപോലെ തന്നെ ഫോഴ്സ്ഫുള്ളി മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തോ മാർക്കറ്റ് ഇപ്പോൾ പൊട്ടിത്തേറി 24,000 വരെ എത്തും, പൊട്ടിത്തീരും, നമുക്ക് വലിയ കൊട്ടയ്ക്കകത്ത് കിട്ടും എന്നുള്ള ധാരണയാണ്. മനസ്സിലായില്ലേ? ആ ഒരു ധാരണയ്ക്കകത്തിലാണ് നിങ്ങളുടെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഗ്രൂപ്പിനകത്തിൽ ഞാൻ എഴുതി, മാന്യമായ രീതിയിൽ കിട്ടാനുള്ള വക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് മാറി നിൽക്കുന്നത്. കാരണം നിങ്ങൾ എത്രയോ പ്രാവശ്യം ഇങ്ങനെയുള്ള സംഗതികൾക്ക് പോയിട്ടുണ്ട്. അത് ഇപ്പം പൊട്ടി താഴെ വരും, നമുക്ക് മൊത്തത്തിൽ കിട്ടും എന്നുള്ളത് കൊലയോടെ ഒന്നിച്ച് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ക്യാപിറ്റൽ പോലും വാഷ് ഔട്ടായി പോകുന്ന സംഗതികളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് മാന്യമായിട്ടുള്ളത് 10, 15, 20 പോയിന്റ് കിട്ടിയാൽ നിർത്തുക. അങ്ങനെ ഡെയിലി നമുക്ക് അങ്ങനെ ഒരു മാന്യത പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും. അല്ലാതെ നമ്മൾ കൊലയോട് പിടിക്കാൻ പോയി ചിലപ്പോൾ ഒരിക്കലും 10 ചെയ്യുമ്പോൾ ഒരെണ്ണം കിട്ടുമായിരിക്കാം, പക്ഷേ ഈ ബാക്കി 9 പ്രാവശ്യം വന്ന നഷ്ടത്തെ ഈ ഒരൊറ്റ ഒരെണ്ണം കൊണ്ട് നമുക്ക് നികത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതങ്ങ് പറഞ്ഞ് നീണ്ടു പോവുകയാണ്. പക്ഷെ സങ്കടം കൊണ്ടും പിന്നെന്താ എനിക്കുള്ള അമർഷം കൊണ്ട് ഞാനങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ആ സ്പിരിറ്റിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാളെ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ്. നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10-60 പോയിൻറ്റോളം ഇപ്പം നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വീണ്ടും നമ്മുടെ ഇതിൻ്റെ പ്രസക്തി ഇതിലായിട്ടും കഴിഞ്ഞിട്ടില്ല, ബോക്സിൻ്റെ പ്രസക്തി കഴിഞ്ഞിട്ടില്ല. അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 24,193-നും 24,138-നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ സൈഡിലോട്ട് ട്രേഡ് എടുക്കുക. മനസ്സിലായി പറഞ്ഞ് 24,193-നും 24,138-നും ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ബ്രേക്ക് ചെയ്യണം. 24,131 താഴോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ 24,193 മുകളിലോട്ട് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ മാത്രമേ നിങ്ങളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം നിങ്ങളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇപ്പോൾ US മാർക്കറ്റ് കയറി പോകുന്നുണ്ടെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റി അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. അതുമാത്രമല്ല, ഇന്നത്തെ ADR നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫ്ലാറ്റാണ്, എല്ലാവരും ഫ്ലാറ്റാണ്. HDFC ആണെങ്കിൽ 1% മുകളിലോട്ടാണ്, ICICI ഫ്ലാറ്റാണ്, പിന്നെ ഇൻഫി ഫ്ലാറ്റാണ്. അപ്പോൾ എല്ലാവരും ഫ്ലാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ എന്താണ് സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി പ്രതികരിക്കാത്തത്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഗതി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഞാനീ പറയുന്നതൊന്നും ചിലർക്ക് പിടിക്കത്തില്ലായിരിക്കാം, ഓക്കെ, പക്ഷേ എനിക്കിങ്ങനെ പറയാൻ അറിയൂ. ഞാൻ ചുമ്മാ എന്തെങ്കിലും വാരി വലിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ പ്രതീക്ഷ മാർക്കറ്റ് പൊട്ടും എന്ന് തന്നെയാണ്. ഞാൻ അസന്നിഗ്ധമായിട്ട് പറയുന്നു, മാർക്കറ്റ് പൊട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ അത്. ഓക്കെ, അത് എൻ്റെ ഒരു കൺവിക്ഷനാണ്. പക്ഷേങ്കിൽ അതെപ്പോൾ സംഭവിക്കും, എത്ര സമയമെടുത്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇന്നും നമ്മൾ FISൻ്റെ പൊസിഷൻ ഡേറ്റ നമ്മൾ കണ്ടു അല്ലേ, 91% അവർ ഷോർട്ട് സൈഡിലാണ്. അതുപോലെ തന്നെ പ്രോയും അവരുടെ ഷോർട്ട് സൈഡ് 3-4% ഷോർട്ട് സൈഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മാർക്കറ്റിലൊരു സെൽ ഓഫിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ സാധ്യത എന്നാണ് ഞാൻ പറയുന്നത്, സാധ്യതയുണ്ട്. ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കത്തില്ലായിരിക്കാം. അതിൻ്റെ ഒരു മറുവശം. അപ്പോൾ നമ്മളെപ്പോഴും ഇതിനൊരു മറുവശം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത്? സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടോ അല്ലെ മാന്യമായി നമ്മുടെ നഷ്ടം സഹിച്ച് നമ്മളോട് ഇറങ്ങുക എന്നുള്ളതല്ല, അന്ധമായിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പൊസിഷൻ എടുക്കുമ്പോൾ കൃത്യമായി നിങ്ങളുടെ ലാഭവും നഷ്ടവും
കണക്കാക്കി തീരുമാനിച്ചുറപ്പിച്ചിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. അല്ലാതെ സാറേ ഞാനത് അന്ധമായിട്ട് ഹോൾഡ് ചെയ്യുന്നു, ഞാൻ എന്തോ ചെയ്യണമെന്നൊക്കെ ഇടയ്ക്ക് എന്നോട് മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഒന്നും പറയാൻ കാണത്തില്ല. ഓക്കെ, ഞാൻ എൻ്റെ ആശയങ്ങളും എൻ്റെ കൺവിക്ഷൻസും എൻ്റെ പഠനങ്ങളുമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് വെച്ച് ട്രേഡ് എടുക്കണോ വേണ്ടായോ, ചുമ്മാതിരിക്കണോ നോക്കിയിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതിൻ്റെ റിസ്ക്കും റിവാർഡും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടത്. എനിക്കതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. വേറെ കൂടുതലൊന്നും പറയാനില്ല. വേറെ ബാങ്കും ഇന്ന് പിന്നെ ഫ്ലാറ്റായിരുന്നു. മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പും ഫ്ലാറ്റ്, എല്ലാവരും ഫ്ലാറ്റായിരുന്നു. ഇന്ന് മാർക്കറ്റ് വലുതായിട്ട് എങ്ങോട്ടൊന്നും പോയില്ല. ഇന്നിപ്പം നിഫ്റ്റി 50 പോയി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ചെറിയ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് കഴിഞ്ഞ നിങ്ങൾ നോക്കിക്കേ, മാർക്കറ്റ് ഇപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്തൊക്കെയാണെങ്കിൽ മുടിഞ്ഞ ലാഭമാണ്. ഇപ്പോൾ നോക്കിക്കേ, കഴിഞ്ഞ ഏകദേശം ഒരു 9-ാം തീയതി മുതൽ 8-ാം തീയതി മുതൽ മാർക്കറ്റ് നോക്കിക്കേ 24,250-നും 23,800 23,900 ഇടയ്ക്ക്, അല്ലെങ്കിൽ 23,800 ഇടയ്ക്ക് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 10, 15, 20 ദിവസമായിട്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ 23,800 മാർക്കറ്റ് ഇറങ്ങി വരുമായിരിക്കാം. പക്ഷേ അത് എപ്പോൾ വരും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം മാർക്കറ്റിനെ നയിക്കുന്ന ന്യൂസുകളാണ്. ആ ന്യൂസുകൾ എങ്ങനെ പോകുന്നു അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് പോകുന്നത്. കാരണം ശാന്തമായ ഒരു മാർക്കറ്റ് മാത്രമേ നമുക്ക് ചാർട്ടുകളും ലെവലുകളും ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, എങ്കിലും ദൈവം സഹായിച്ച് നമ്മുടെ വരകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മളെപ്പോഴും ന്യൂസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. വെരി ക്ലിയറായിട്ട് ഞാൻ പറയുന്നു, നമ്മളെപ്പോഴും ന്യൂസ് അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പം വരും ദിവസങ്ങളിൽ 24,000 ഒക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് 23,800 ഒരു പക്ഷേ കാണേണ്ടി വരുമായിരിക്കാം. എനിവേ, എന്തായാലും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. വേറെ കൂടുതലൊന്നും ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം സംസാരിച്ചിട്ട് ഒരു കഥയില്ല. രാത്രിയിൽ എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനിയും അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ധാരാളം സമയമുണ്ട്. ഏകദേശം ഇപ്പം അവരുടെ ഫ്യൂച്ചർ അവരുടെ ഡൗ ജോൺസ് ഓടുന്നത് 348, 350 പോയിൻറ്റ് പോസിറ്റീവാണ് ഓടുന്നത്. പക്ഷേ അതിൻ്റെ യാതൊരു ലാഞ്ചനയും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, രാത്രി എന്ത് സംഭവിക്കുന്നു. ന്യൂസുകൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, ന്യൂസുകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാനിവിടെ ശ്രമിക്കുക. വേറെ കൂടുതലൊന്നും പറയാൻ എനിക്കറിയാം. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഞാൻ എൻ്റെ വീഡിയോ അലോസരമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. വേറെ ഒരു രീതിയിൽ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലോ, അല്ലെ നിങ്ങൾക്ക് വലിയ ആശ തരുന്ന രീതിയിലോ, അല്ലെ എല്ലാം കൂടെ പൊട്ടിത്തകരുമെന്നോ, അല്ലെ ഇവിടുന്ന് പറന്ന് കയറുമെന്നോ ഒക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് കാത്തിരിക്കാം മാർക്കറ്റിൻ്റെ ഗതി എന്താണെന്ന്. അങ്ങനെ നമുക്ക് കാത്തിരുന്ന് ക്ഷമയോടെ നമ്മുടെ പോയിന്റിലെത്തുമ്പോൾ, നമ്മുടെ അവസരം വരുമ്പം നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള പ്രതിവിധി. ഓക്കെ, അപ്പം നാളെ നമുക്കൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.